ഹായ്, നമുക്കൊരു ചുണ്ണ റെഡിയാക്കിയാലോ? ഒന്ന് നമുക്ക് നല്ല മത്തിയാണ് കിട്ടിയുള്ളത്. അപ്പോൾ ഞാൻ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വറക്കളയിലേക്ക് മസാല കൂട്ടി വയ്ക്കാം. അതിന് ഞാൻ ഉപ്പും പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കായത്തിൻ്റെ പൊടി, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെരുക്കി വെച്ച് ചാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മസാല പിടിക്കട്ടെ കേട്ടോ. പിന്നെ മത്തിയിൽ പരിന്നെല്ലാം ഉണ്ടായിരുന്നു, അത് ഞാൻ അതുപോലെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചാള കറി വയ്ക്കാനുള്ള ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തു ചതച്ചത്, പിന്നെ പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൂടി ആദ്യം മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്ക് ഞാൻ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് മുളകിടാം. ആദ്യം ചീഞ്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കറിവേപ്പില, പിന്നെ കുത്തിയ മുളകാണ് ഇട്ടത്, പിന്നെ മുതിര അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മുതിരപ്പേര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നേ വേണ്ടോ. അപ്പോൾ നമുക്കിത് ഉള്ളി വെച്ചാൽ കേട്ടോ. ഉള്ളി ഞാൻ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉള്ളി വെച്ചാൽ ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാടാം. അതിന് ഞാൻ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ മത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. അതിലേക്ക് ഞാൻ ഇനി പരിന്നെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.